ഈ എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളറിയാതെ തന്നെ നമ്മുടെ ചുറ്റും എപ്പോഴും നടക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലേ? ഇന്ന് നമ്മൾ തുറക്കാൻ പോകുന്നത് അതുപോലെ അദൃശ്യരായ ചില കഥാപാത്രങ്ങളുടെ ഒരു മാന്ത്രിക പുസ്തകമാണ്. ആരൊക്കെയാണ് ആ കഥാപാത്രങ്ങൾ? മർദ്ദം, വ്യാപ്തം, പിന്നെ താപനില. അതായത് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഈ വാതക ലോകത്തിന്റെ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, അവധിക്കാലത്ത് നമ്മൾ ഉയർന്ന മലമുകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ചിപ്സ് പാക്കറ്റുകൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് വീർത്തു വരുന്നതെന്ന്? ഒരു അത്ഭുതം പോലെ തോന്നാം അല്ലേ? പക്ഷേ ഇതൊരു കേവല അത്ഭുതമല്ല. നമ്മുടെ ഭൗതിക ലോകത്തെ നിയന്ത്രിക്കുന്ന വളരെ കൃത്യമായ ചില അദൃശ്യ നിയമങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. ഈ രസകരമായ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ ഈ കഥയുടെ ഇടയിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഈ കഥാപുസ്തകത്തിലെ 1-ാം അധ്യായം, ബോയിൽ നിയമം. ഇവിടെ മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള കളികളാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്താണ് ഈ ബോയിൽ നിയമം? വളരെ ലളിതമാണ്. താപനിലയിൽ മാറ്റമില്ലാതെ നിൽക്കുമ്പോൾ, അതായത് ചൂടൊന്നും മാറാത്ത അവസ്ഥയിൽ, ഒരു വാതകത്തിന്റെ മർദ്ദവും അതിരിക്കുന്ന സ്ഥലമായ വ്യാപ്തവും പരസ്പരം വിപരീതാനുപാതത്തിലായിരിക്കും. മനസ്സിലായില്ല അല്ലേ? ലളിതമായി പറഞ്ഞാൽ, ഒരിടത്ത് നമ്മൾ മർദ്ദം കൂട്ടുമ്പോൾ അതിരിക്കുന്ന സ്ഥലം, അതായത് വ്യാപ്തം ചുരുങ്ങുന്നു. നേരെ തിരിച്ചും സംഭവിക്കും. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു, മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടുന്നു. ഇതൊരു സീസോ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. പാർക്കിലൊക്കെ നമ്മൾ കാണുന്ന പോലെ ഒരറ്റം മുകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും മറ്ററ്റം താഴേക്ക് വരും. വാതകങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാൻ ഇതിലും മികച്ച വേറൊരു ഉദാഹരണമില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് നടക്കുന്നതെന്ന് തോന്നുന്നുണ്ടാവും. രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യം തന്നെ ഇതല്ലേ? നമ്മൾ ശ്വാസമെടുക്കുമ്പോൾ ശ്വാസകോശം വികസിക്കുന്നു, അതായത് അതിന്റെ വ്യാപ്തം കൂടുന്നു. അപ്പോൾ ഈ പറഞ്ഞ ബോയിൽ നിയമപ്രകാരം ഉള്ളിലെ മർദ്ദം കുറയുന്നു. മർദ്ദം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? പുറത്തുള്ള വായു വേഗത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നു. നോക്കൂ, നമ്മളെ ജീവനോടെ നിലനിർത്താൻ നമ്മുടെ ശരീരം തന്നെ ഈ അദൃശ്യ നിയമത്തെ എത്ര മനോഹരമായാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലെ ഏറ്റവും രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡോക്ടർമാരും ആശുപത്രികളിൽ ഇതേ അദൃശ്യ മാന്ത്രിക വിദ്യ തന്നെയാണ് ദിനംപ്രതി ഉപയോഗിക്കുന്നത്. ഒരു സിരിഞ്ച് ഒന്നോർത്തു നോക്കൂ. അതിന്റെ പിസ്റ്റൺ നമ്മൾ പിന്നോട്ട് വലിക്കുമ്പോൾ ഉള്ളിലെ സ്ഥലം, അഥവാ വ്യാപ്തം കൂടുന്നു. അപ്പോൾ സ്വാഭാവികമായും അവിടെ മർദ്ദം കുറയുകയും ആ കുറഞ്ഞ മർദ്ദത്തിലേക്ക് പുറത്തുള്ള മരുന്നോ ദ്രാവകമോ ഉള്ളിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും ചെയ്യുന്നു. പിസ്റ്റൺ അമർത്തുമ്പോൾ നേരെ തിരിച്ചും സംഭവിക്കുന്നു. എങ്ങനെയുണ്ട്? ഓക്കേ, അപ്പോൾ നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ചിപ്സ് പാക്കറ്റിലെ രഹസ്യം ദാ ഇവിടെ ചുരുളഴിയുകയാണ്. നമ്മൾ ഉയർന്ന പ്രദേശങ്ങളിലേക്ക്, അതായത് മലമുകളിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ പുറത്തുള്ള അന്തരീക്ഷമർദ്ദം വളരെ കുറവായിരിക്കും. അങ്ങനെ പുറത്തെ മർദ്ദം കുറയുമ്പോൾ പാക്കറ്റിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന വാതകത്തിന് വികസിക്കാൻ കൂടുതൽ സ്ഥലം കിട്ടുന്നു. അതിന്റെ വ്യാപ്തം കൂടുന്നു. അതുകൊണ്ടാണ് ആ പാക്കറ്റ് പൊട്ടാറായ അവസ്ഥയിൽ അങ്ങനെ വീർത്തുവരുന്നത്. കാര്യം പിടികിട്ടിയല്ലോ? ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് കടക്കാം. അധ്യായം 2, ചാൾസ് നിയമം, താപനിലയുടെ സ്വാധീനം. എന്താണ് ചാൾസ് നിയമം എന്ന് നോക്കാം. ഇവിടെ കഥ കുറച്ച് മാറുന്നുണ്ട് കേട്ടോ. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ, അതായത് മർദ്ദത്തിൽ മാറ്റമില്ലാത്ത അവസ്ഥയിൽ, ഒരു വാതകത്തിന്റെ വ്യാപ്തം അതിന് നൽകുന്ന താപനിലയ്ക്ക്, കൃത്യമായി പറഞ്ഞാൽ കെൽവിൻ താപനിലയ്ക്ക് നേരാനുപാതത്തിലായിരിക്കും. അതായത് നമ്മുടെ വാതക കഥാപാത്രങ്ങൾക്ക് നമ്മൾ ചൂട് കൂട്ടി നൽകുമ്പോൾ അവർ കൂടുതൽ ഊർജ്ജസ്വലരായി കൂടുതൽ സ്ഥലം അപഹരിക്കാൻ ശ്രമിക്കുന്നു. അവർ അങ്ങോട്ട് വികസിക്കും. ചൂട് കുറയുമ്പോഴോ അവർ ചുരുങ്ങുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസം ശരിക്കും നമ്മുടെ അടുക്കളയിൽ തന്നെ നടക്കുന്ന ഒന്നാണ്. നമ്മളൊരു കേക്ക് ഉണ്ടാക്കാൻ മാവ് ഓവനിലേക്ക് വെക്കുന്നുവെന്ന് കരുതുക. ഓവനിലെ ചൂട് കാരണം ആ മാവിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ചെറിയ വായുകുമിളകൾ ചൂടാകുകയും ചാൾസ് നിയമപ്രകാരം അവയങ്ങ് വികസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുമിളകൾ വികസിക്കുമ്പോഴാണ് നമ്മുടെ കേക്ക് നന്നായി പൊങ്ങിവരുന്നതും കഴിക്കാൻ വളരെ മൃദുവാകുന്നതും. ബേക്കിങ്ങിന്റെ പിന്നിലെ സയൻസ് ശരിക്കും ഇതാണ്. നമ്മുടെ ഈ കഥാപുസ്തകത്തിൽ നിന്ന് ഒന്ന് മുകളിലേക്ക്, ആകാശത്തേക്ക് നോക്കൂ. അവിടെ പറക്കുന്ന ഹോട്ട് എയർ ബലൂണുകളും ഇതേ നിയമമാണ് പിന്തുടരുന്നത്. ബലൂണിനുള്ളിലെ വായു തീ ഉപയോഗിച്ച് ചൂടാക്കുമ്പോൾ അത് വികസിക്കുന്നു. അങ്ങനെ വികസിക്കുമ്പോൾ അതിലെ സാന്ദ്രത, അഥവാ ഡെൻസിറ്റി കുറയുകയും ആ ഭാരക്കുറവ് കാരണം ബലൂൺ വളരെ എളുപ്പത്തിൽ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങുകയും ചെയ്യുന്നു. ചൂടുള്ള വായുവിന് ഭാരം കുറവായിരിക്കും എന്ന സിമ്പിൾ തത്വമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നത് താപനിലയിലെ 2 വ്യത്യസ്ത അവസ്ഥകൾ എങ്ങനെ വാതകങ്ങളെ ബാധിക്കുന്നു എന്നാണ്. വേനൽക്കാലത്തെ കഠിനമായ ചൂടിൽ വാഹനങ്ങളുടെ ടയറിനുള്ളിലെ വായു വികസിക്കാൻ ശ്രമിക്കും. പക്ഷേ ടയറിന് വികസിക്കാൻ പരിധിയുള്ളതുകൊണ്ട് മർദ്ദം താങ്ങാനാവാതെ അത് പൊട്ടിത്തെറിക്കുന്നു. എന്നാൽ മറുവശത്ത് കൊടും തണുപ്പുകാലത്ത് ഒരു ബാസ്ക്കറ്റ്ബോൾ പുറത്തുവെച്ചാൽ തണുപ്പ് കാരണം ഉള്ളിലെ വായു ചുരുങ്ങുകയും പന്തിന്റെ വലിപ്പം ചെറുതാവുകയും ചെയ്യുന്നു. ഒരേ നിയമം തന്നെ,
പക്ഷെ ചൂടും തണുപ്പും നൽകുന്ന രണ്ട് വ്യത്യസ്ത ഫലങ്ങൾ നോക്കണേ. ഇനി നമ്മുടെ കഥയിലെ മൂന്നാമത്തെയും പ്രധാനപ്പെട്ടതുമായ അധ്യായം അവോഗാഡ്രോ നിയമം, തന്മാത്രകളുടെ എണ്ണം. ഇത് വളരെ ലളിതവും എന്നാൽ അതീവ പ്രധാനപ്പെട്ടതുമായ ഒരു നിയമമാണ്. താപനിലയിലും മർദ്ദത്തിലും മാറ്റമില്ലാത്ത അവസ്ഥയിൽ വാതകങ്ങളുടെ വ്യാപ്തം അതിലടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണത്തിന്, അതായത് വാതകത്തിന്റെ അളവിന് നേരാനുപാതത്തിലായിരിക്കും. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, കൂടുതൽ തന്മാത്രകൾ വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് നിൽക്കാൻ കൂടുതൽ സ്ഥലം വേണം. ഇത്രയുള്ളൂ ഈ നിയമം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇതിലും ലളിതമായൊരു ഉദാഹരണമില്ല. ഒരു പാർട്ടിക്കായി നമ്മൾ ബലൂൺ ഊതി വീർപ്പിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഓരോ തവണയും കൂടുതൽ വായു തന്മാത്രകളെ ബലൂണിനുള്ളിലേക്ക് ഊതി കടത്തിവിടുമ്പോൾ ബലൂണിന്റെ വ്യാപ്തം അഥവാ വലിപ്പം കൂടിക്കൂടി വരുന്നു. അതിലെ കാറ്റ് നമ്മൾ പുറത്തുവിടുമ്പോഴോ തന്മാത്രകളുടെ എണ്ണം കുറയുകയും വലിപ്പം കുറയുകയും ചെയ്യുന്നു. അവോഗാഡ്രോ നിയമത്തിന്റെ ഏറ്റവും മികച്ചൊരു നേർക്കാഴ്ചയാണിത്. അങ്ങനെ നമ്മുടെ കഥാപുസ്തകത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മളെത്തുകയാണ്. ചുരുക്കത്തിൽ, വാതക നിയമങ്ങൾ. ഇനി നമുക്കൊന്ന് മുന്നോട്ടു പോയി ഇതെല്ലാം കൂടി എങ്ങനെ ഒത്തുചേരുന്നു നോക്കാം. ഈ വിവരങ്ങളൊന്ന് നോക്കൂ. എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കുന്ന വ്യക്തമായ ചിത്രമാണിത്. താപനില സ്ഥിരമായിരിക്കുമ്പോൾ മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള വിപരീത ബന്ധം ബോയിൽ നിയമം കാണിക്കുന്നു. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ താപനിലയും വ്യാപ്തവും തമ്മിലുള്ള നേരെയുള്ള ബന്ധം ചാൾസ് നിയമം വ്യക്തമാക്കുന്നു. ഈ ഒരൊറ്റ ഭാഗം മനസ്സിലുണ്ടെങ്കിൽ മതി ഈ സങ്കീർണമായ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കാൻ. അങ്ങനെ ഈ അദൃശ്യലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശദീകരണം ഇവിടെ പൂർണ്ണമാകുകയാണ്. പക്ഷേ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈയൊരു ചോദ്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വാതകങ്ങളുടെ കാര്യത്തിൽ നമ്മളിന്ന് കണ്ടത് കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമാണ്. അതുപോലെ വേറെ എന്തൊക്കെ അദൃശ്യ ഭൗതിക നിയമങ്ങളായിരിക്കാം ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ രഹസ്യമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. കാര്യങ്ങൾ വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത തവണ ഒരു ചിപ്സ് പാക്കറ്റ് കാണുമ്പോഴോ ചുമ്മാ ശ്വാസമെടുക്കുമ്പോഴോ ഈ അദൃശ്യ നിയമങ്ങൾ നിങ്ങൾ ഓർക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. നന്ദി.